ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയോടുള്ള ആദരസൂചകമായി കാസ്റ്റിൽ ഗാൻഡോൾഫയിലെ അപ്പസ്തോലിക് കൊട്ടാരമുറ്റത്ത് ജൂലൈ 18 ശനിയാഴ്ച രാത്രി 9 മണിക്ക് പ്രത്യേക സംഗീത വിരുന്ന് നടക്കും. മാർപ്പാപ്പയുടെ മുൻ രൂപതയായ അൽബനോയാണ് പരിശുദ്ധ പിതാവിനോടുള്ള സ്നേഹവും കൂട്ടായ്മയും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വേനൽക്കാല അവധിക്കാലത്തിനായി പരമ്പരാഗത വസതിയായ കാസ്റ്റിൽ ഗാൻഡോൾഫയിൽ എത്തിച്ചേർന്ന മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിലാണ് സംഗീതാർച്ചന അരങ്ങേറുന്നത്. പിയർ കാർലോ ഓറിയോയും 55 അംഗങ്ങളുള്ള ഐമ്യൂസിസി ഡി പാർമ ഓർക്കസ്ട്രയും ചേർന്നാണ് സംഗീത വിരുന്ന് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ ചരിത്രപ്രസിദ്ധമായ കൊളംബിയ സന്ദർശനത്തിന്റെ 40ാം വാർഷികം കൊളംബിയൻ കത്തോലിക്ക സഭ ഭക്തിപൂർവ്വം അനുസ്മരിച്ചു. 1986 ജൂലൈയിൽ രാജ്യം കടുത്ത ആഭ്യന്തര സംഘർഷങ്ങളിലൂടെ കടന്നുപോയ വേളയിലാണ് പാപ്പ അവിടെ എത്തിയത്. അന്ന് അദ്ദേഹം അവിടുത്തെ പ്രസക്തമായ ചിക്കിൻകീറ മരിയൻ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുകയും കൊളംബിയയെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. സമാധാനവും പരസ്പര സ്നേഹവും കെട്ടിപ്പടുക്കാനുള്ള പരിശുദ്ധ പിതാവിന്റെ അന്നത്തെ ആഹ്വാനം ഇന്നും ഏറെ പ്രസക്തമാണെന്ന് കൊളംബിയൻ മെത്രാൻ സമിതി സന്ദേശത്തിൽ വ്യക്തമാക്കി. വാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക തിരുക്കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ചിലിയിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ലാഡിരാനയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത കർമ്മല മാതാവിന്റെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. രാജ്യത്തിന്റെ മധ്യസ്ഥയായ കർമ്മല മാതാവിലേക്ക് ചിലിയിലെ ജനങ്ങളെ മെത്രാൻമാർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ പോരാടാനും പാവങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കരുണ കാണിക്കാനും ഈ അവസരത്തിൽ സഭാ നേതൃത്വം ആഹ്വാനം ചെയ്തു. പരമ്പരാഗതമായ നൃത്തങ്ങളോടും വർണ്ണാഭമായ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടും കൂടി നടന്ന പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത ജനങ്ങൾ തങ്ങളുടെ കുടുംബങ്ങളിലും ദേശങ്ങളിലും സമാധാനം നിലനിർത്താൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് മടങ്ങി. വത്തിക്കാൻ ബാങ്കിലെ പുതിയ ജനറൽ ഡയറക്ടറായി നിലവിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ജോവാനി ബോസ്റ്റിക്കയെ നിയമിച്ചു. വിരമിക്കൽ പ്രായപരിധി പൂർത്തിയാക്കിയ ജിയാൻ ഫ്രാങ്കോ മാമിക്ക് പകരമായി ഒക്ടോബർ 1 55-കാരനായ ബോസ്കിയ ചുമതലയെടുക്കുക. അന്താരാഷ്ട്ര ധനകാര്യ വിപണിയിൽ 30-ലധികം വർഷത്തെ പ്രവർത്തന പരിചയമുള്ള സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. വത്തിക്കാൻ ബാങ്കിന്റെ മുൻ CFO കൂടിയായ ബോസ്കിയയുടെ നിയമനം സ്ഥാപനത്തിന്റെ സുതാര്യതയും സുസ്ഥിരതയും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെയും മറ്റ് ആഗോള ദൗത്യങ്ങളെയും സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന വത്തിക്കാൻ ബാങ്കിന്റെ സുപ്രധാനമായ നവീകരണ പ്രക്രിയയ്ക്ക് പുതിയ നേതൃത്വം തുടക്കം കുറിക്കും. നൈജീരിയയിൽ വൈദികർക്കും ജനങ്ങൾക്കും നേരെ വർദ്ധിച്ചുവരുന്ന തട്ടിക്കൊണ്ടുപോകലുകൾക്കെതിരെ കർദിനാൾ ജോൺ ഒണൈക്കിനാൽ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന സർക്കാരിന് ഈ നിശബ്ദതയ്ക്ക് യാതൊരു ന്യായീകരണവുമില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കൊള്ളക്കാരും സായുധ സംഘങ്ങളും നിരപരാധികളെ ഭയപ്പെടുത്തുമ്പോൾ അധികാരികൾ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ക്രമസമാധാന നില തകരുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയെന്നത് ഭരണകൂടത്തിന്റെ പ്രാഥമിക കടമയാണെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി പ്രാർത്ഥിക്കാനും നൈജീരിയയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ഇതോടുകൂടി ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.